കുട്ടികൾക്ക മോന്തി ആവാറായി. ഇനി രാത്രിയിൽ കത്രിക്കാട് കിടക്കുന്നത് ബുദ്ധിയല്ല. ഇവരെടെയെങ്കിലും തമ്പടിച്ചിട്ട് വെളിച്ചാകുമ്പോ കടയാണ്. അങ്ങനെ ആയിക്കോട്ടെ വണ്ടിക്കാരോട് പറയാം. കണ്ണും വല്ല ഗ്ലാസിന്റെ കട്ട കെട്ടിയിട്ട് പോലിരിക്കണം. ഞാൻ പോയി കിടക്കാൻ മുണക്ക. സൂക്ഷിച്ചു പോണം. എഴയണതൊക്കെ കാണും കാട്ടിനിടയിൽ. ഭയന്മാർ ബാക്കിയുണ്ട്. ഏലം കയറ്റുമതിക്ക് ഹെൻറി സാഹിബിന്റെ കയ്യിൽ നിന്ന് ഒരു അനുമതി പത്രം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. കൈമൾ അകത്തുണ്ടാവും. വരൂ. നീ ഇവിടെ നിൽക്ക്. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സാഹിബിനോട് ഞാൻ സുഹൃത്തുക്കളെ, ഈ ജനപ്രളയത്തെ ആകെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ കൊടുങ്ങാൽ ജോസ് പറയുന്നു, 7 ദിവസത്തിനകം ഈ മദ്യശാല നമ്മൾ പൂട്ടിക്കെട്ടിക്കും. ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ സ്വീകരിക്കും. പിന്നെ ആരെയും പേടിക്കാതെ ഒരുമിച്ച് ജീവിച്ചൂടെ മോളെ? അല്ലെങ്കിലും എന്നെ ചതിക്കില്ലെന്നറിയാം. എനിക്ക് കാണിച്ചു തരൂ. എനിക്കൊരു ബന്ധത്തെ കാണിച്ചു തരൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുത്തത്. മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ, നിലനിൽപ്പിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അത് നീ മറ്റൊരർത്ഥത്തിൽ കണ്ടുവല്ലേ? നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേലി കഴിക്കുന്നത് നിന്നെയായിരിക്കും. നീ എന്റെ പെണ്ണല്ലേ? ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, വേദനിപ്പിച്ചു. സോറി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നീ എന്റെ ഭാര്യയായി? സത്യവതിക്കറിയണം. അല്ലാതെ ഫിലിപ്പോസ് നിങ്ങളെ വിട്ട് പോവില്ല. നീ വരൻ ഫിലിപ്പോസ്. എനിക്ക് എന്റെ മോളെ കാണണം. ഞാനൊരുത്തനെ കൊന്നവനാണെന്ന് പുറംലോകം അറിഞ്ഞ പിന്നെ ഞാനില്ലടാ. അപേക്ഷിക്കുക ഞാൻ വക്കീലായിട്ടല്ല, ഒരു ചേട്ടനായിട്ട്. എനിക്ക് എന്റെ മോളെ കാണണം. ഇനി നിനക്ക് വേണ്ടി അഴി എണ്ണാനാണ് എന്റെ യോഗമെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. നീ പോടാ. ഡിഡിയുടെ ശത്രു സക്കീർ ഹുസൈനില്ലേ? യു ജസ്റ്റ് ഫോർഗെറ്റ് ഹിം. ഞാൻ ഏറ്റു. അവനെ എഴുതി ദഹിപ്പിച്ചിട്ട് അവന്റെ ഭസ്മം എടുത്ത് നെറ്റിയിലിട്ട് തരും ഞാൻ. അവന്റെ ഭസ്മം എടുത്ത് നെറ്റിയിലിട്ട് തരും. റിസർവേഷൻ ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരിൽ. ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരില്ലെങ്കിൽ അയാൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ശേഷം ഏറ്റവും ഉശിരുള്ള ആൺകുട്ടി നീയാ. നിനക്കില്ലാത്ത ജോലി പിന്നെ ആർക്കാടാ? നീ നാളെ രാവിലെ എന്റെ ഓഫീസിലേക്ക് വാ. എല്ലാം ശരിയാവും.
കുറുപ്പേ എല്ലാം ശരിയാക്കാം. നീ പുറത്ത് വരൂ കേട്ടോ. മോനെ നീ വിഷമിക്കണ്ട, ഞാൻ 10 മിനിറ്റ് തിരിച്ചു വരും. വന്ന ഉടനെ നിനക്ക് പുതിയ ജോലി എന്റെ പുതിയ കമ്പനിയിൽ. ഓക്കെ സാറേ പോവാ സാറേ, എന്തിനു വെയിറ്റ് ചെയ്യുന്നു, പോവാം. എങ്കിലും പറയാ, നിങ്ങൾ ഒരുമിക്കണം. പോംവഴി ഒന്നേ ഉള്ളൂ, നാടുവിടണം. ഞാനും ഉത്തരവാദിത്തൊരു ബന്ധുവാണല്ലോ. സരസ്വതിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. റസിയ മോളെയും ഉമ്മയെയും ഞാൻ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാ. അതിന് അനുവാദം ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. കൊണ്ടുവയ്ക്കോളൂ. റസിയമ്മയുടെ നിക്കാഹ് നീ നടത്തി കൊടുക്കണം. എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം. ഉണ്ടാവുക. ഇനി എല്ലാറ്റിനും I am Vikram Mangat, Chairman and Managing Director of Infinity Incorporated, based in Dubai. നമസ്കാരം. നിങ്ങളുടെ പഞ്ചായത്തിലെ 100 ഏക്കർ നെൽപ്പാടം കർഷകരുടെ കയ്യിൽ നിന്നും അവർ പറയുന്ന വില കൊടുത്തു വാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. വ്യവസായ വകുപ്പും പാർട്ടി നേതൃത്വവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞായിരുന്നു പ്രോജക്റ്റ് ആദ്യം പഞ്ചായത്തിൽ സമർപ്പിക്കാൻ. ഇവിടെ നിന്ന് ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം അവരേറ്റുന്നു. ഞാൻ വിചാരിച്ചതിലും ഷാർപ്പാണ് മിസ്റ്റർ പണിക്കർ. ഗ്രേറ്റ്. അങ്ങനെ ഒരു നിർദ്ദേശം മുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പച്ചയ്ക്ക് ചോദിക്കുക, എനിക്ക് എന്തോ തരും? 50 lakhs, 25 ലക്ഷം അഡ്വാൻസ്. നോ നെഗോസിയേഷൻ. തുക ഞാൻ പറയും. ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ 1%, അതായത് 12.5 കോടി രൂപ. ആ തുക എനിക്ക് തന്നാൽ ഈ പദ്ധതി നടക്കും. അല്ലെങ്കിൽ പറഞ്ഞു, ആളുകൾ പറഞ്ഞത് ശരിയാണ്. യു ആർ എൻ ഇൻക്രെഡിബിൾ മാൻ. ഐ അഗ്രി. യു ഹാവ് എ ടീം. സൈബർ പാർക്കിന്റെ ഇടപാട് ഞാനതിന് വേണ്ടെന്ന് വെക്കുക. ചേട്ടൻ എന്തോ ഈ പറയുന്നത്? ഇത്രയും കാശ് മേടിച്ച് കൈവച്ചിട്ട് എടുത്ത തീരുമാനം വേണ്ടാന്ന് വെക്കാനോ? അത് ശരിയാവത്തില്ല. ഒരു കലുങ്ക് പണിയിലോ റോഡ് പണിയിലോ അഴിമതി കാണിക്കുന്ന പോലെ അല്ല ഇത്. പഞ്ചായത്തിലെ കൃഷി മുഴുവൻ ഞാൻ കാരണം ഇല്ലാതാകാന്ന് വെച്ചാൽ അത് പറ്റത്തില്ല. ഇനി ഈ വിഷയത്തിൽ ഈ വീട്ടിലൊരു ചർച്ചയില്ല. ഇതൊക്കെ നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഞങ്ങളും കൂടെ സമ്മതിക്കണ്ടായോ? എനിക്കാരുടെയും സമ്മതം വേണ്ട. ചിറ്റപ്പം വേണ്ടാത്തടുത്ത് അഭിപ്രായം പറയാൻ നിൽക്കണ്ട. എന്റെ തീരുമാനങ്ങളാണ് എന്റെ വീട്ടിൽ നടപ്പാവുന്നത്. ആരുടെ വീട്ടിൽ? കുറച്ച് ദിവസം ലാലേട്ടന്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറെ ആവശ്യമാണ്. ആ സമയം നോക്കി ഞാൻ ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് പോയി. അയാൾ 5 മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എന്റെ സുഹൃത്തായ ആന്റണിയെ വിളിച്ചുകൊണ്ടായിരുന്നു. ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ മുതലാളി ആരായിരുന്നേനെ? ഇന്ദ്രൻ, നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന ഗാവൻ ജോസഫ് ഒരു ക്രിമിനൽ ആയിരുന്നു സർ. അവൻ ഈ കമ്പനിയുടെ പാർട്ണർ ആണെന്നും കാണിച്ച് വ്യാജരേഖയുണ്ടാക്കി ഒരു വൻ തുക ഇവിടുത്തെ സിറ്റി ബാങ്കിൽ നിന്നും വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടു. ഗാവൻ ജോസഫ്, മലേഷ്യ. ഹലോ ഗാവൻ ജി, എല്ലാം സക്സസ്. ആ മേനോനെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം. मैं हमेशा तुम्हारे साथ हूँ, पर मुझे पैसे चाहिए. कंडीशन याद है ना? 50-50. തീർച്ചയായും. മേനോൻ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഞങ്ങൾ കരുതിയില്ല. ശ്രീബാലയുടെ കല്യാണം നടക്കും. ഈ കുടുംബത്തിന്റെ അന്തസ്സിനും തറവാടിത്തത്തിനും യോജിച്ച രീതിയിൽ തന്നെ എന്റെ മകൻ വിനയൻ ശ്രീബാലയുടെ കഴുത്തിൽ താലി കെട്ടും. തന്റെ ബുദ്ധിയാപാരം തന്നെ. പൂത്ത കാശല്ലേ പെണ്ണിന്റെ പേരിൽ. വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയത് കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടു. ആശുപത്രി പോകാൻ പൈസ ഉണ്ടോ? ഉണ്ട്. ഈ ചെയ്തത് എന്നെ വലിയ ഉപകാരം. കുട്ടി വിഷമിക്കണ്ട, നമുക്ക് എന്റെ വണ്ടി പുറകെ പോവാം. ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? മുത്തശ്ശി ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ട ചികിത്സ അവർ കൊടുക്കും. അപ്പോഴത്തേക്ക് നമുക്കങ്ങ് ചെല്ലാം. വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? വിൽപത്രം തയ്യാറാക്കിയത് എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർ.
ജോർജ് കുട്ടി എന്താ ഇത്? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി രാത്രിയിൽ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. എന്നാ പിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ പ്രിൻസിപ്പലിനോട് വിവരം പറയായിരുന്നില്ലേ? പറഞ്ഞാ ഞാൻ വെള്ളം അടിച്ചിട്ട് പറയാണെന്ന് കുറ്റം പറയും. അതുകൊണ്ടാ പറയാതിരുന്നത്. Sir, I don't believe this. These two chaps are always drunk. നടത്തോ. സോറി സർ, സോറി. സാറ് വിളിച്ചപ്പോ ഞാൻ ഹൂ ആർ യു എന്ന് ചോദിച്ചത് ഫീൽ ചെയ്ത് കാണുന്ന ജൂലി പറഞ്ഞായിരുന്നു. എന്നോട് അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചു തരാം. സാർ ഒന്ന് അവളോട് സംസാരിക്കണം. സാറിന്റെ കോള് വന്നപ്പോ ഇതാരാളീന്ന് ചോദിച്ച് ചേരി പറഞ്ഞൊരു വരവ്. അപ്പോ പിടിച്ചു വെക്കാൻ വേണ്ടി ഞാൻ ഇരുന്നോട് പറഞ്ഞു. ബ്യൂട്ടി പാർലറിന്റെ കടമുറിക്ക് അഡ്വാൻസ് 10,000 രൂപ സാറിനോട് കടം വാങ്ങിയിരുന്നു. ദയവ് ചെയ്ത് സാറാ കാശ് വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു പോകും. പ്ലീസ് സർ, പ്ലീസ്. എന്തരാ വരട്ടെ ഹേട്.